നോട്ട് പിൻവലിക്കലും അതുണ്ടാക്കിയ കുഴപ്പങ്ങൾക്കുമെതിരെ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന മന്ത്രിസഭ ഒന്നാകെ സമരരംഗത്തിറങ്ങുന്നത് രാജ്യത്തു തന്നെ ഇതാദ്യമാണ്. രാവിലെ 10-നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും റിസർവ് ബാങ്ക് പ്രാദേശിക കേന്ദ്രത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്ന് പ്രകടനമായിട്ടായിരുന്നു സമരവേദിയിലേക്ക് വന്നത്. തുടർന്ന് മുഖ്യമന്ത്രി സമരകാരണം വിശദീകരിച്ചു. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ എന്നത് കള്ളപ്പണത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന പ്രചരണം അഴിച്ചുവിട്ടു. അപ്പോൾ കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ട്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഘടകകക്ഷി നേതാക്കളും സമരത്തെ അഭിവാദ്യം ചെയ്തു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടതു സംഘടനകളും എത്തിയതോടെ സമരവേദി ജനസഞ്ചയമായി മാറി. NDA ഘടകകക്ഷിയായ ശിവസേനയും സമരത്തിന് പിന്തുണയുമായി എത്തിയത് ശ്രദ്ധിക്കപ്പെട്ടു. കേന്ദ്രത്തിനെതിരെ പുതിയ സമരത്തിന് തുടക്കം കുറിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ NCP പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പുലിമുരുകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. ദുഷ്ടമൃഗത്തിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ പുലിമുരുകൻ ഇറങ്ങി തിരിച്ചതുപോലെ കേരള ജനതയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച പുലിമുരുകനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കനത്ത വെയിലിന് ശേഷം ഇടയ്ക്ക് പെയ്ത മഴയും സമരാവേശം കെടുത്തിയില്ല. ഉച്ചഭക്ഷണം പോലും വേണ്ടെന്ന് വെച്ചായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും 7 മണിക്കൂർ നീണ്ട സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. R. ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പരിഷ്കരണ നടപടികളെ ശക്തമായി നേരിടാൻ കേരളം തയ്യാറാണെന്ന് സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ നടപടി സഹകരണ മേഖലയോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. കുമ്മനം രാജശേഖരന് യുദ്ധത്തിന്റെ രീതി മാത്രമാണ് അറിയാവുന്നത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേക്കാം, അങ്ങനെ ഒരു നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കും. ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തളർത്താൻ വരുന്ന കാര്യം രാജശേഖര, ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം എന്താ ഉദ്ദേശം. BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പ്രചാരണം ദേശീയതലത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് സീതാറാം യെച്ചൂരിയും വ്യക്തമാക്കി. You are showing the way again because it's the first state in the country. സത്യാഗ്രഹ സമരത്തിന് പിന്തുണയുമായി എത്തിയ VS അച്യുതാനന്ദനും BJPയെയും നരേന്ദ്രമോദിയെയും നിശിതമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് ക്യൂ നിൽക്കും, അന്നവർ മോദിയുടെ നെഞ്ചത്തായിരിക്കും ചാപ്പ കൊത്താൻ പോകുന്നത്. സഹകരണ ബാങ്കിലെ നിയന്ത്രണം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തമാക്കുന്നതിലൂടെ കേരളത്തിൽ BJPയെ പ്രതിരോധത്തിലാക്കാമെന്നും നേതൃത്വം കരുതുന്നു. രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും അർബൻ ബാങ്കുകൾക്കുമുള്ള അധികാരങ്ങൾ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകണമെന്ന് MPമാർ ആവശ്യപ്പെട്ടു. പണം പിൻവലിക്കുന്നതിനുള്ള പരിധിയിൽ നിന്നും ജില്ലാ സഹകരണ ബാങ്കുകളെയും പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളെയും ഒഴിവാക്കണമെന്ന് ധനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ MPമാർ ചൂണ്ടിക്കാട്ടി. ജില്ലാ ബാങ്കുകൾക്ക് പണം സ്വീകരിക്കുന്നതിന് മറ്റുമുണ്ടായിരുന്ന അധികാരം പിൻവലിച്ച റിസർവ് ബാങ്ക് നടപടി റദ്ദാക്കണം. സർക്കാർ നടപടി കേരളത്തിൽ പട്ടിണി മരണത്തിന് വരെ വഴിവെക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം AK ആന്റണി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. പൊതുവിൽ വളരെ മാതൃകാപരമായി നടത്തുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലെ സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതിൻ്റെ പേരിൽ നന്നായി നടത്തുന്ന കേരളത്തിൽ ദ്രോഹിക്കരുത്. കേരളത്തിൽ ജനങ്ങളുടെ പ്രയാസം പരിഹരിക്കണം. കാര്യം നീണ്ടുപോയാൽ ഒരുപക്ഷെ പല ഭാഗത്തും പട്ടിണി മരണം പോലും ഉണ്ടാകുന്ന സാധ്യതയാണ്. കേരളത്തിന് മാത്രമായി ഇളവ് അനുവദിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി MPമാരോട് വ്യക്തമാക്കി. കേരളത്തിലെ സംഘങ്ങൾ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സംഘങ്ങൾ തൃപ്തികരമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. CPM നേതാവ് P. കരുണാകരൻ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, കോൺഗ്രസ് ഡെപ്യൂട്ടി ചീഫ് വിപ്പ് KC വേണുഗോപാൽ തുടങ്ങിയവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള BJP അംഗം സുരേഷ് ഗോപിയെയും കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. രാവിലെ 10:15 നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയ്ക്ക് സുരേഷ് ഗോപി പാർലമെന്റ് മന്ദിരത്തിലെത്തി. എന്നാൽ കേരളത്തിലേക്ക് ഉച്ചയ്ക്ക് മടങ്ങേണ്ട സാഹചര്യത്തിൽ നീട്ടിവെച്ച കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പങ്കെടുത്തില്ല. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.